എല്ലാ കുട്ടികൾക്കും സിംപ്ലി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത് ഒരക്ക സംഖ്യകൾ, രണ്ടക്ക സംഖ്യകൾ, മൂന്നക്ക സംഖ്യകൾ, നാലക്ക സംഖ്യകൾ എന്നിവയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ നിന്നും ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. 5 ചോദ്യത്തിനും ഉത്തരം കിട്ടിയാൽ നോട്ടിൽ എഴുതുക. എത്ര മാർക്കാണെന്ന് പിന്നീട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ട കുട്ടികൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ. നാലാമത്തെ ചോദ്യം: മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. അഞ്ചാമത്തെ ചോദ്യം: നാലക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ. ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എത്ര മാർക്കാണോ കിട്ടിയത് അത് കമൻറ്റ് ബോക്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സാണ്. ആദ്യത്തെ നമ്പർ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഏത് നമ്പറാണ്? അതെ, എല്ലാവർക്കും അറിയാം, 1 ആണ് അല്ലേ? 1, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് 1. 1. രണ്ടാമത്തെ നമ്പർ എഴുതാൻ പോകുന്നത് ഇതാണ്. രണ്ടാമത്തെ നമ്പർ ഇതാണ്. ഇതേതാണ് നമ്പർ? അതെ, ഏതാണ്? 10. ക്ലാസ് കാണുന്നതിനോടൊപ്പം നോട്ട് എഴുതുകയാണെങ്കിൽ പഠിക്കാൻ ഏറെ ഉപകാരപ്രദമാകും. 10. അടുത്ത നമ്പർ ശ്രദ്ധിക്കണം. ഇനി നമ്പറിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുവാണ്. അടുത്ത നമ്പർ ഇതേതാ നമ്പർ? അതെ, 100 ആണല്ലേ? 100. 100 ആണ്. അടുത്ത നമ്പർ ഇതിനേക്കാളും വലിയ നമ്പറാണ്. നമ്പറിൻ്റെ വലിപ്പം കൂടി വരുന്നു. 100-ന് 2 പൂജ്യങ്ങളായിരുന്നു. അടുത്തത് ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തു. ഇതേതാണ്? ഈ സംഖ്യ ഏതാണ്? ഈ സംഖ്യയാണ് 1000. 1000-ന് എത്ര പൂജ്യങ്ങളുണ്ട്? 1, 2, 3. 1000-ന് 3 പൂജ്യങ്ങളാണുള്ളത്. ഈ 1000 എന്ന സംഖ്യ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് ഏത്? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ് 1000. അടുത്തത് പൂജ്യങ്ങളുടെ എണ്ണം കൂടി വരുവാണ്. നേരത്തെ 1000-ൽ 3 പൂജ്യം ആയിരുന്നു. അതിലേക്ക് ഒരു പൂജ്യം കൂടെ എഴുതുന്നു. ഇതേതാണ് നമ്പർ? ആരാ പറയുന്നത്? അതെ, 10000. ഈ നമ്പർ 10000 എന്നാണ് ഈ സംഖ്യയുടെ പേര്. 10000. അടുത്ത സംഖ്യ എഴുതാൻ പോവാണ്. അടുത്ത സംഖ്യക്ക് 5 പൂജ്യങ്ങളുണ്ടാവും. 1, 2, 3, 4, 5. ഇതേതാണ് സംഖ്യ? 10000 കഴിഞ്ഞിട്ട് 5 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ലക്ഷം. ഇതേതാണ് സംഖ്യ? ലക്ഷമാണ്. അടുത്തത് ഇതിന് 5 പൂജ്യങ്ങളല്ലേ ഉള്ളത്? 1, 2, 3, 4, 5. 5 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് ലക്ഷം. അതിലേക്ക് നമ്മളിനി ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുന്നു. കണ്ടോ എത്ര പൂജ്യങ്ങളായി? 6 പൂജ്യങ്ങളായി. 6 പൂജ്യങ്ങളും ഒന്നുള്ള സംഖ്യ ഇതേതാണ് സംഖ്യ? 10 ലക്ഷം. ഈ സംഖ്യയുടെ പേരാണ് 10 ലക്ഷം. 10 ലക്ഷം എന്നാണ് ഈ സംഖ്യയുടെ പേര്. അടുത്തത്, ഇപ്പോൾ ഈ സംഖ്യയിൽ 6 പൂജ്യങ്ങളല്ലേ ഉള്ളത്? ഇനി നമ്മൾ അതിലേക്ക് ഒരു പൂജ്യം കൂടെ ഇടാൻ പോവുകയാണ്. ഒരു പൂജ്യം കൂടെ ഇട്ടു. ഇപ്പോൾ ഇതിൽ എത്ര പൂജ്യങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 പൂജ്യങ്ങളുണ്ട്. ഈ 7 പൂജ്യങ്ങളുള്ള സംഖ്യയുടെ പേരെന്താണെന്നറിയാവോ? ഈ സംഖ്യയുടെ പേരാണ് കോടി. ഇതിപ്പോൾ എത്ര വലിയ സംഖ്യയായിരിക്കും? കോടി. എത്ര വലിയ സംഖ്യയാണ് കോടി? ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ കോടി എന്ന സംഖ്യയിലേക്ക് ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ എത്ര പൂജ്യങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 പൂജ്യങ്ങളുണ്ട്. ഈ 8 പൂജ്യങ്ങളുള്ള ഈ സംഖ്യയെ വിളിക്കുന്ന പേരെന്താ? ആരാ പറയുന്നത്? 10 കോടി. ഈ സംഖ്യയുടെ പേരാണ് 10 കോടി.
10 കോടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സംഖ്യകളാണ് പഠിച്ചത്. അതിലാദ്യം പഠിച്ച സംഖ്യ ഏതാണെന്ന് ഞാനിവിടെ വൈറ്റ് ബോർഡിൽ എഴുതുമ്പോൾ അത് വായിച്ച് പറയണം. 1, 10, 100, 1000. 1000 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 1000 കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ് 10000. 10000 കഴിഞ്ഞിട്ടുള്ള സംഖ്യയാണ്. അതിനെത്ര പൂജ്യങ്ങളുണ്ട്? 1, 3, 4, 5. അങ്ങനെ 5 പൂജ്യങ്ങളുള്ളതാണ് ലക്ഷം. ഇനി 6 പൂജ്യങ്ങളുള്ള സംഖ്യ 10 ലക്ഷം. 7 പൂജ്യങ്ങളുള്ള സംഖ്യ കോടി. 8 പൂജ്യങ്ങളുള്ള സംഖ്യ 8 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 10 കോടി. ഇനി ഇവിടെ ഇത്രയും സംഖ്യകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓരോ സംഖ്യയുടെ നേരെയും ടിക്ക് മാർക്ക് ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്യും. ടിക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതേത് സംഖ്യയാണെന്ന് ഉറക്കെ വിളിച്ച് പറയണം. എല്ലാവരും നോട്ടിൽ എഴുതിയെടുത്തിട്ടുണ്ടാവും. 1 മുതൽ 10 കോടി വരെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. ഈ സംഖ്യയാണ് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി. എല്ലാവരും പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു തവണ കൂടെ പറയാം. എല്ലാവർക്കും എല്ലാ സംഖ്യകളും അറിയണം. 8 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 10 കോടി. 7 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് കോടി. 6 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 10 ലക്ഷം. 5 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് ലക്ഷം. 4 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 10000. 3 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 1000. 2 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 100. 1 പൂജ്യമുള്ള സംഖ്യയാണ് 10, 1. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. 1 പഠിച്ചു. 1 അതിനുശേഷം 10 പഠിച്ചു. 10 അതിനുശേഷം പഠിച്ചത് 100. അതിനുശേഷം പഠിച്ചത് 100-ന് ശേഷം പഠിച്ചത് 1000. 1000 പഠിച്ചതിന് ശേഷം 10000. 10000 പഠിച്ചതിന് ശേഷം പഠിച്ചത് ലക്ഷം. ലക്ഷം പഠിച്ചതിന് ശേഷം 10 ലക്ഷം. 10 ലക്ഷം. 10 ലക്ഷം പഠിച്ചതിന് ശേഷം പഠിച്ചത് കോടി. കോടിക്ക് എത്ര പൂജ്യങ്ങളുണ്ട്? 7. കോടി നമ്മൾ പഠിച്ചു. കോടി പഠിച്ചതിന് ശേഷം പഠിച്ചത് 10 കോടി. 10 കോടിക്ക് എത്ര പൂജ്യങ്ങളുണ്ട്? 8. 10 കോടിക്ക് 8 പൂജ്യങ്ങളുണ്ട്. കോടിക്ക് 1 കോടി. കോടിക്ക് 7 പൂജ്യങ്ങൾ. 10 ലക്ഷത്തിന് 6 പൂജ്യങ്ങൾ. ലക്ഷത്തിന് 5 പൂജ്യങ്ങൾ. 10000 4 പൂജ്യങ്ങൾ. 1000 3 പൂജ്യങ്ങൾ. 100 2 പൂജ്യങ്ങൾ. 10 1 പൂജ്യം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിച്ചത്. നോട്ടിൽ എഴുതിയെടുക്കണം. നോട്ടിൽ എഴുതിയെടുത്താൽ അത് പിന്നീട് വളരെ ഉപകാരപ്രദമാകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം.